واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما. വല്ലതാനി രണ്ട് പുരുഷന്മാർ യഅതിയാനിഹാ മ്ലേച്ഛതയെ സമീപിച്ചാൽ, മിൻകും നിങ്ങളിൽ നിന്നും സമീപിച്ചാൽ, ഫആദൂഹുമാ നിങ്ങൾ അവരെ ഉപദ്രവിക്കുക, ഫഇൻ താബാ അങ്ങനെ അവർ രണ്ടുപേരും പശ്ചാത്തപിച്ചാൽ, വഅസ്ലഹ അവരുടെ ജീവിതത്തെ നന്നാക്കിയാൽ, ഫഅരിദൂ അൻഹുമാ നിങ്ങൾ അവരിൽ നിന്നും മുഖം തിരിക്കുക. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു കാന ആയിരിക്കുന്നു തവ്വാബർ റഹീമ വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുകയും വലിയ കരുണ കാട്ടുകയും ചെയ്യുന്നവനായിരിക്കുന്നു. സ്ത്രീകളുടെ മോശമായ അവസ്ഥകൾ പറഞ്ഞതിന് ശേഷം പുരുഷന്മാരുടെ മോശമായ അവസ്ഥകളെ പറ്റി പറയുന്നു. പുരുഷന്മാരുടെ മോശമായ അവസ്ഥകളും പല രീതിയിലാണ്. ഒന്ന്, പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള മോശമായ ബന്ധം. രണ്ട്, പുരുഷന്മാർ തമ്മിലുള്ള മോശമായ ബന്ധം. മൂന്ന്, പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധങ്ങൾ. ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. ഇങ്ങനെ പുരുഷന്മാർ മോശത്തരത്തിലേക്ക് നീങ്ങിയാൽ എന്ത് ചെയ്യണം? വല്ലദാനി യഅതിയാനിഹാ മിൻകും ഫആദൂഹുമാ അവരെ നിങ്ങൾ ഉപദ്രവിക്കണം. സ്ത്രീകളെ വീടുകളിൽ തടഞ്ഞു വെക്കണം. പക്ഷേ പുരുഷന്മാരെ വീടുകളിൽ തടഞ്ഞു വെക്കാൻ സാധിക്കുകയില്ല. സമ്പാദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിത വ്യവഹാരങ്ങളിൽ കഴിയേണ്ടതുകൊണ്ട് പുരുഷന്മാർക്ക് പുറത്തു പോകേണ്ടി വരും. പിന്നെ അവരെ എന്ത് ചെയ്യണം? ഫആദൂഹുമാ കഴിവിന്റെ പരമാവധി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉപദ്രവിക്കണം. വളരെ ശ്രദ്ധിക്കണം. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉപദ്രവിക്കണം. ആരും നിയമത്തെ കയ്യിലെടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് മാതാപിതാക്കളെ പോലെ അല്ലെങ്കിൽ ഗുരുനാഥന്മാരെ പോലെ ശിക്ഷിക്കാൻ അനുവാദമുള്ളവരാണെങ്കിൽ അവരെ അടിക്കണം. മുട്ടുപൊക്കളിനിടയിൽ അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്ത് നല്ല അടി കിട്ടുമ്പോൾ ഈ വൈകാരിക അവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട്. മധ്യനിരയിലുള്ളവരാണെങ്കിൽ അവരെ ആക്ഷേപിക്കണം. കടുത്ത വാക്കുകൾ പറയണം. നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ എന്ന് പറയണം. മൗലാന മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സതുപദേശം നടത്തി ഉപദ്രവിക്കണം. നിരന്തരം അവരോട് ദീനിന്റെ കാര്യങ്ങൾ പറയണം. നിരന്തരം അവരെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കണം. അതിലൂടെ രണ്ടാമൊരവസ്ഥയുണ്ടായിത്തീരും. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം ആളുകളും നന്നാകും. കാരണം അന്തരീക്ഷം മോശമാകുന്നത് കൊണ്ടാണ് ആളുകൾ തിന്മയിലേക്ക് പ്രേരിതരാകുന്നത്. രണ്ടാമൊരവസ്ഥയുണ്ടാകണം. ഒന്നെങ്കിൽ അവർ ഉപദേശം കേട്ട് 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 ഭൂരിഭാഗം ആളുകളുടെ ജീവിതത്തിന് മാറ്റം വരും. രണ്ട്, ഉപദേശം കേട്ട് കേട്ട് മടുത്ത് അവർ രംഗത്ത് നിന്ന് മാറിപ്പോകും. അവർ നമ്മുടെ സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കാതെ വേറെ എവിടെയെങ്കിലും പോകും. അവർ മാറിപ്പോകും. നിരന്തരം ഉപദേശിക്കണം. അവരുടെ പുറകിൽ തന്നെ കൂടണം. അവരെ ദ്രോഹിക്കണം, അവരെ ഉപദ്രവിക്കണം. കാരണം ഇത് വലിയ അപകടമാണ്. ഇത് പടരുന്ന രോഗം പോലെയാണ്. ഒരാളിൽ നിന്ന് രണ്ടാമത്തെ ആളിലേക്കും അവിടെ നിന്ന് മറ്റുള്ളവരിലേക്കും അവസാന സ്ഥാപനത്തിൽ മുഴുവനും ജനങ്ങളിൽ മുഴുവനും ഉണ്ടായിത്തീരും. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ കാര്യം പരിശുദ്ധ ഖുർആൻ കൂടെ കൂടെ വിവരിക്കുന്നതിന്റെ കാരണം ഉലമാക്കൾ പറയുന്നുണ്ട്. ഇത് അപകടകരമായ പ്രവണതയാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് വളർന്നുകൊണ്ടിരിക്കും ചൊറിയെ പോലെ. അതില്ലാതാക്കാൻ എന്താണ് വഴി? പെണ്ണുങ്ങളെ വീടുകളിൽ ഒതുക്കി നിർത്തണം. ആണുങ്ങളെ ഉപദ്രവിക്കണം, നിരന്തരം ഉപദ്രവിക്കണം.
അതിലൂടെ ഈ പറഞ്ഞതുപോലെ രണ്ടാലൊരവസ്ഥയുണ്ടാവും. ഒന്ന്, ഭൂരിഭാഗം ആളുകളും അൽഹംദുലില്ലാഹ് നന്നാകും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നല്ല നിലയിൽ നമസ്കരിപ്പിക്കൻ, മ്ലേച്ഛതകളൊക്കെ മാറിക്കിട്ടും. അധികമായി ദിക്ർ ചൊല്ലിപ്പിക്കൻ, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. നന്നായിട്ട് കുളിച്ച് ഒദു ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ മനസ്സിലെ സ്നേഹം പടച്ചവരോട് മാത്രമാണ് നിയ്യത്ത് ചെയ്ത് 1000 പ്രാവശ്യം ദിക്ർ ചൊല്ലിയാൽ മനസ്സുകളിൽ നിന്ന് മോശമായ ചിന്തകൾ മാറുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. فإن تابا وأصلحا فأعرضوا عنهما. അതുകൊണ്ട് ഈ ഉപദ്രവം നടത്തിയാൽ ഭൂരിഭാഗം പേരും നന്നാകും, ഒരു കൂട്ടം ആളുകൾ നന്നാവുകയില്ല. അവർ നന്നാകാതിരിക്കൽ കൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നത് വലിയൊരു മറയാണ്. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും മഴ ബാധിക്കും, കൊട പിടിച്ചവരെ ബാധിക്കുകയില്ല. തണുപ്പ് വരുമ്പോൾ എല്ലാവരെയും തണുപ്പ് ബാധിക്കും, പുതപ്പ് പുതച്ചവർക്ക് തണുപ്പ് ബാധിക്കാത്തതുപോലെ നന്മ ഉപദേശിക്കൽ, തിന്മ തടയൽ വലിയൊരു കൊടയാണ്, വലിയൊരു പുതപ്പാണ്. അതൊരു മനുഷ്യൻ ഉപയോഗിച്ചാൽ തിന്മകൾ അവനിലേക്ക് വരുന്നതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഉപദേശം നടത്തുന്നത് ആരെങ്കിലും നന്നാക്കാനല്ല, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. فإن تابا وأصلحا فأعرضوا عنهما. അങ്ങനെ ഉപദേശം നടത്തി ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, അള്ളാഹുവിന്റെ അടിമകൾ നന്നായി തീർന്നു. ഇസ്ലാം ഒരൊറ്റയടിക്ക് മുഖം മാറ്റുന്നു. അവർ രണ്ടുപേരും തൗബ ചെയ്തു, ജീവിതം നന്നാക്കി. നിങ്ങൾ അവരിൽ നിന്നും മുഖം തിരിച്ചേക്കണം. പഴയ കാര്യങ്ങളെപ്പറ്റി പറയരുത്. നീ അന്ന് അങ്ങനെ, നിന്നെപ്പറ്റി എനിക്കറിയാം, നിന്റെ എല്ലാ രേഖയും എന്റെ അടുത്തുണ്ട്, ഒന്നുമില്ല. ഫഅഅ്രിദു അൻഹുമാ, പൂർണ്ണമായിട്ട് മുഖം തിരിച്ചേക്കണം. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ പേരിൽ തന്നെ ചില മഹത്തുക്കൾ പറയുന്നുണ്ട്, നമ്മൾ ദീനിയായ നന്മകളെപ്പറ്റി പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലെ തിന്മകൾ അനാവശ്യമായി പറയരുത്. ചില ആളുകൾ ആത്മകഥാ വിവരണമായിട്ട് പഴയ രഹസ്യങ്ങൾ മുഴുവനും വലിയ സാമർത്ഥ്യത്തോടുകൂടി പറയും. വേണ്ട, അങ്ങനെ പറയണ്ട. എല്ലാവരുടെയും ഇന്നലകളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. പടച്ചവൻ മറച്ചിട്ടിരിക്കുകയാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ പറ്റി പറയും. എനിക്ക് അൽഹംദുലില്ലാ ദീനിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ട് നമസ്കരിക്കാൻ സാധിച്ചു, മദ്രസയുമായി ബന്ധപ്പെട്ട് സുന്നത്തനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നു, എനിക്ക് പാപങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ സാധിച്ചു എന്ന് നിങ്ങൾ പടച്ചവന്റെ ഫദലിനെ പറ്റി പറയും. ചുമ്മാ ആത്മകഥാ വിവരണം, പഴയ കാര്യങ്ങളുടെ നിർവചനം, അതിന് വിശദീകരണം വേണ്ട, അധികമായി പറയണ്ട. فإن تابا وأصلحا فأعرضوا عنهما. നമ്മളൊന്ന് ചിന്തിച്ച്, ആയത്തിന്റെ ആദ്യ ഭാഗമാണോ കടുപ്പം, രണ്ടാം ഭാഗമാണോ, അല്ല ആദ്യ ഭാഗമാണോ ആനന്ദകരം, രണ്ടാം ഭാഗമാണോ ആനന്ദകരം? ആദ്യം വളരെ കടുത്ത രീതിയിൽ പറഞ്ഞു, രണ്ടാമതായി വളരെ ലളിതമായ മാർഗം. രണ്ടുപേര് തൗബ ചെയ്തു. നിങ്ങൾ അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിർത്തണം, നിങ്ങൾ ആത്മസുഹൃത്തുക്കളാക്കണം. فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما. അള്ളാഹുവെ എങ്ങനെ മുഖം തിരിക്കണം? ഇന്നലകളിൽ മഹാമോശമായി ജീവിച്ച പയ്യൻ, അള്ളാഹു പറയുന്നു, നീയാണോ ഞാനാണോ പുറത്തു കൊടുക്കുന്നത്? അള്ളാഹു പണ്ടേ തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കും. സ്വീകരിക്കുക മാത്രമല്ല, അവരെ കരുണ കൊണ്ട് പൊതിയും. ഔലിയാക്കളിൽ വലിയൊരു കൂട്ടം മഹാന്മാർ മുൻകാലങ്ങളിൽ പാപം ചെയ്ത് അതിനുശേഷം തൗബ ചെയ്ത് വന്നതായ മഹത്തുക്കളാണ്. ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ. ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, ഈ തൗബയെ പറ്റി പറഞ്ഞത് ഒരിക്കലും തിന്മയെ ലഘൂകരിക്കാൻ വേണ്ടിയല്ല കേട്ടോ. സ്ത്രീകളുടെ മോശത്തരം, പുരുഷന്മാരുടെ മോശത്തരം, പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മഹാ അപകടമാണ്, ജീവനം തകർക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, ദുന്യാവ് തകർക്കും, ആഖിറത്ത് തകർക്കും.
ദുന്യാവ് തകർന്നതിന്റെ അടയാളമാണ് യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണം മടിയായ ആളുകൾക്ക് മക്കൾ വേണമോ ദത്തെടുക്കും, അല്ലാതെ വൈവാഹിക ബന്ധത്തിലൂടെ സന്താനങ്ങൾ വേണ്ട. പ്രകൃതിയുടെ മാർഗം വിടും. അരാജകത്വവും അഴിഞ്ഞാട്ടവും വർദ്ധിക്കും. ഈ ലോകത്ത് തന്നെ തലവേദന വരും. കൊള്ള, കൊല, മുഴുവൻ കുഴപ്പങ്ങളും വരും. ബ്ലാക്ക് മെയിലിംഗ്, വലിയ വലിയ പ്രശ്നങ്ങൾ വരും. പരലോകത്തിലാകട്ടെ മഹാനാശവും നഷ്ടവും ഉണ്ടാകും, വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഈ അവസാനം പറഞ്ഞത് ആദ്യത്തെ തെറ്റിനെ ലഘൂകരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പശ്ചാത്താപത്തിന്റെ മാധുര്യവും മഹത്വവും പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ആ വഴിയിൽ പരിശ്രമിക്കും. ബുദ്ധിമാന്മാരായ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിനേക്കാളും മഹത്വമുള്ളതാണ് ബുദ്ധി കുറഞ്ഞ കുട്ടികളെ പഠിപ്പിച്ചെടുക്കൽ. നല്ല പരമ്പരയിലുള്ള നല്ല നല്ല ആളുകളെ നന്നാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിനേക്കാളും വളരെ കടുപ്പമാണ്, പക്ഷേ പ്രതിഫലാർഹമാണ് തിന്മകളിൽ കഴിയുന്ന സാധുക്കളെ കയ്യിൽ കയറി പിടിക്കൽ, അവരെ നന്മകളുടെ വഴിയിലേക്ക് കൊണ്ടുവരൽ, എന്നിട്ട് അവർക്ക് സ്നേഹം നൽകി നന്മയുടെ വഴി ഉറപ്പിച്ചു നിർത്തൽ. വലിയ പടച്ചവന്റെ കാരുണ്യം ഇളകി മറിയും നമുക്ക് ലഭിക്കും. പടച്ചവന് അനുഗ്രഹമുണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലുള്ള തിന്മകൾ, നമ്മുടെ സ്ഥാപനത്തിലുള്ള തിന്മകൾ, സമുദായത്തിലുള്ള തിന്മകൾ 3 ആളുകളുടെ തിന്മയാണ്. 1 പ്രവർത്തിക്കുന്നവന്റെ തിന്മ, 2 നിഷ്ക്രിയമായ കുടുംബത്തിന്റെ തിന്മ, 3 സമുദായത്തിന്റെ തിന്മ. ജുമയുടെ പ്രസംഗത്തിൽ കൂടിയെല്ലാം പറയാൻ ഭയങ്കര എളുപ്പമാണ്. എനിക്കിങ്ങനെ ആളുകളെ പറ്റി ആക്ഷേപിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ എത്ര പേരുടെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നന്മകൾ 3 കൂട്ടം ആളുകളുടെ നന്മയാണ്. ആരെങ്കിലും സദാചാരത്തോടുകൂടി ജീവിക്കുന്നു, അൽഹംദുലില്ലാ, ഒന്ന് അവന്റെ ഗുണമാണ്. അതിനുവേണ്ടി വഴിയൊരുക്കിയ വാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെ ഗുണമാണ്. അത്തരം കാര്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സമുദായത്തിന്റെ നന്മയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം, ക്ലാസ്സിനെ പറ്റി ചിന്തിക്കണം, കൂട്ടുകാരെ പറ്റി ചിന്തിക്കണം. അനാവശ്യമായ കൈയിടലൊന്നുമില്ല. നമ്മുടെ വീടിനെ പറ്റി ചിന്തിക്കണം. എന്നിട്ട് അവരെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കണം. അതിനെന്ത് കുഴപ്പം? നിരന്തരം ഉപദേശിക്കൻ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കൻ, കത്തെഴുതിൻ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ആത്മസുഹൃത്ത് ഇസ്ലാമിൽ കടന്നു വന്നു. മദ്യപാനിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു നിർബന്ധിച്ച് അദ്ദേഹത്തിന് ഹിജ്റയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. മദീനയിൽ വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥത. എനിക്ക് വാപ്പയെ കാണണം, ഉമ്മയെ കാണണം, നാട്ടിൽ നിന്ന് പോകണം, ഭയങ്കരമായ ചിന്ത. ഉമർ റളിയല്ലാഹു അൻഹു പോകാൻ പാടില്ല, നീ പോയാൽ നീ പെട്ടുപോകും. അതുമില്ല, പെടത്തില്ല, എനിക്ക് വാപ്പയെ കാണണം, ഉമ്മയെ കാണണം, ഭയങ്കരമായ ബഹളം. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ലൊരു കുതിരയെ കയ്യിൽ കൊടുത്തിട്ട് അവർ പൊയ്ക്കൊള്ളിൻ, വല്ല അപകടവും കണ്ടാൽ നീ കുതിരപ്പുറത്ത് കയറി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പറന്നു വരണം. ഉറപ്പായിട്ട് വരും. നമ്മളെല്ലാവരും പറയും ഉറപ്പായിട്ട് വരും. മക്ക മുക്കറമയിൽ പോയി ആള് മദ്യപാനികളുടെ കൂട്ടത്തിൽ കൂടി വീണ്ടും മുർത്തദ്ദായി മാറി. സുഹ്ബത്തെ സാലിഹത്തുറ സാലിഹുനത്, നല്ലവരുമായി നീ സഹകരിച്ച് നീ അറിയാതെ നന്നായി തീരും. വസുഹ്ബത്തെ താലിഹത്തുറ താലിഹുനത്, മോശപ്പെട്ടവരുമായി ബന്ധപ്പെട്ടാൽ നീ അറിയാതെ മോശപ്പെട്ടവരാകും. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, നമ്മൾ തനിയെ നന്നായി തീരും. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കരമായ ചിന്ത, പടച്ചവനെ ഞാൻ വലിയ കുറ്റക്കാരനാണ്, അദ്ദേഹത്തിന് വിടണ്ടായിരുന്നല്ലോ. ഒരു ദിവസം മാതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സദസ്സിലിരിക്കുമ്പോൾ തൗബയെ പറ്റിയുള്ള ആയത്തുകൾ കേൾക്കുന്ന സൂറത്ത് സുമർ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഈ ആയത്തുകളെപ്പറ്റി ഉലമാക്കൾ പറയുന്നത് അള്ളാഹുവിന്റെ ലിഖിതം, ദാസന്മാർക്കുള്ള പടച്ചവന്റെ കത്തെന്നാ പറയുന്നത്. ഉമർ റളിയല്ലാഹുവിന് കടലാസ് എടുത്തു, അതിൽ ഈ ആയത്തെഴുതി. എന്നിട്ടൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു, നീ പോണം, മക്ക മുക്കറമയിൽ എത്തണം, ഇന്ന വഴിയിൽ കടക്കണം, ഇന്ന ഊടുവഴിയിൽ കടക്കണം, ഇന്ന സ്ഥലത്തോട്ട് പോകണം, അവിടെ ഇന്ന കോലമുള്ള ഒരാളുണ്ട്, കണ്ണാടിയൊക്കെ ഇട്ട് ഒരിങ്ങനെ മോഡലിൽ ഇരിപ്പുണ്ട്, ഉണ്ടക്കണ്ണൊക്കെ ആയിട്ട് ഒരാൾ ഇരിപ്പുണ്ട്, ഒന്ന് കാണണം, ഈ കത്ത് കൊടുക്കണം, നീ അവിടെ നിൽക്കരുത്, തിരിച്ച് ഓടിയേക്കണം, അല്ല നീ അപകടത്തിൽപ്പെടും. അത് കൃത്യം അങ്ങനെ തന്നെ പോയി. നോക്കിയപ്പോൾ വളരെ കൃത്യം മദ്യപാനികളുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്.
മടിയിലേക്ക് വെച്ചു, ഒരൊറ്റ ഓട്ടം ഓടി. അദ്ദേഹം ഈ കത്തെടുത്ത് വായിച്ചു. ജോ ബാത്ത് ദിൽ സെ നിക്കൽത്തി ഹെ ദിൽ മേ ഉതർത്തി ഹെ, മനസ്സിൽ നിന്നുള്ള ശബ്ദം മനസ്സിൽ ഇറങ്ങും. അദ്ദേഹത്തിന് ഹാല് മാറി, ചാടി എഴുന്നേറ്റു. ഇത് വായിച്ചുകൊണ്ട് മലയുടെ മുകളിലോട്ട് കയറുന്നു, മലയെ താഴത്തോട്ട് ഇറങ്ങുന്നു, മലയുടെ മുകളിലോട്ട് കയറുന്നു, മലയെ താഴത്തോട്ട് ഇറങ്ങുന്നു, മുകളിലോട്ട് കയറി താഴത്തോട്ട് ഇറങ്ങും, താഴത്തിറങ്ങി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുതിരയിൽ പെട്ടെന്ന് തന്നെ കയറി ഒരൊറ്റ വരവ് മദീന മുനവ്വറയിൽ. ആള് മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായിട്ട് മരണപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു പരിശ്രമം നമ്മൾ എടുക്കണം. ഇതാണ് ഈ ആയത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.